നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകം സാക്ഷിയാകുന്നത് അരനൂറ്റാണ്ടിൽ ഒരിക്കൽ നടക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനാണ്. ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസം കൂടിയാണിത്. ഇന്ത്യൻ സമയം രാത്രി 9:13 മുതൽ ഏപ്രിൽ 9 വെളുപ്പിന് 2:22 വരെയാണ് വിവിധയിടങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകുന്നത്. വളരെ അപൂർവമായ അനുഭവമായിരിക്കും ഏപ്രിൽ 8-നുള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണമെന്ന് ഗവേഷകർ മുമ്പ് തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അടക്കം മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണാനാകില്ല. എന്നാൽ ഈ സൂര്യഗ്രഹണം അമേരിക്ക മാന്ദ്യത്തിൽ നിന്ന് കരകയറ്റുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇത്തവണത്തെ സൂര്യഗ്രഹണത്തിൽ അമേരിക്കയിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സുകളാണ് നടക്കുന്നത്. അടുത്ത 20 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ ഇത്രയും ദൈർഘ്യമേറിയതും വ്യക്തവുമായ സൂര്യഗ്രഹണം ഉണ്ടാകില്ല എന്നതാണ് ഇതിന്റെ പിന്നിലെ കാരണം. ആളുകൾ ഇത് അടുത്ത് കാണാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുമുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഡസൻ കണക്കിന് വിമാനങ്ങളാണ് അമേരിക്കയിലെ 14 നഗരങ്ങളിൽ തുടർച്ചയായി പറന്നത്. അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ സൂര്യഗ്രഹണം വ്യക്തമായി ദൃശ്യമാകുന്ന നഗരങ്ങളിൽ എത്തിച്ചേർന്നു. ഏറ്റവും കൂടുതൽ സമയം പകൽ ഇരുട്ടായിരിക്കാൻ പോകുന്ന നഗരങ്ങളിൽ ആളുകൾ ഹോട്ടലുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പലരും മാസങ്ങൾക്ക് മുമ്പ് ഇതിനെ ബുക്കിംഗ് നടത്തിയിരുന്നു. ആകാശത്ത് നിന്ന് സൂര്യഗ്രഹണത്തിന്റെ വിസ്മയ കാഴ്ച കാണാൻ ലക്ഷങ്ങളാണ് ഇവർ മുടക്കുന്നത്. ടെക്സാസ്, ഒക്ലഹോമ, മിസോറി, ഇലിനോയിഡ്, ഇൻഡ്യാന, മിഷിഗൺ, അർക്കൻസാസ്, ടെന്നസി, കെന്റക്കി, ഓഹിയോ, പെൻസിലോവാനിയ, ന്യൂയോർക്ക്, വെർമോണ്ട്, ന്യൂ ഹാംഷെയർ, മെയിൻ എന്നിവയാണ് പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുന്ന അമേരിക്കയിലെ നഗരങ്ങൾ. ഈ നഗരങ്ങളിൽ ഏകദേശം 4.5 മിനിറ്റ് പകൽ ഇരുട്ടിന് വഴിമാറും. അമേരിക്കയിൽ ഏകദേശം 4,40,00,000 ആളുകൾ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇവിടെ വിമാന ടിക്കറ്റുകളുടെ ആവശ്യകത 1500% വർദ്ധിച്ചത്. സൗത്ത് വെസ്റ്റ്, ഡെൽറ്റ തുടങ്ങിയ എയർലൈനുകൾ നിരവധി വിമാനങ്ങൾ സർവീസിനായി ഇറക്കി. പല എയർലൈൻ കമ്പനികളും നേരത്തെ തന്നെ ഇതിനായി സർക്കാരിൽ നിന്ന് അനുമതിയും വാങ്ങിയിരുന്നു. പലരും ലക്ഷങ്ങൾ നൽകിയാണ് വിമാനത്തിലെ വിൻഡോ സീറ്റുകളടക്കം ഉറപ്പിച്ചത്. ഗ്രഹണത്തിന്റെ പാതയിലൂടെ കടന്നുപോകുന്ന വിമാനങ്ങളുടെ വഴികൾ കണ്ടെത്താൻ 4 മാസം മുമ്പ് ഗവേഷണം നടത്തിയ 100 കണക്കിന് ആളുകൾ അമേരിക്കയിലുണ്ട്. ഡെൽറ്റ എയർലൈൻസ് 2 പ്രത്യേക വിമാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. ലക്ഷങ്ങളുടെ ടിക്കറ്റുകൾ തക്ഷണമാണ് വിറ്റത്. അമേരിക്കയിലെ പല നഗരങ്ങളിലും ഹോട്ടലുകൾ റൂമുകളുടെ ആവശ്യം 1200 മടങ്ങ് വർദ്ധിച്ചു. ഗ്രഹണ സ്ഥലങ്ങൾക്കായി ഗതാഗതം കമ്പനികൾ പ്രത്യേക പാക്കേജുകളും പുറത്തിറക്കിയിട്ടുണ്ട്. പല കമ്പനികളും സോളാർ എക്ലിപ്സ് പാർട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി സൂര്യഗ്രഹണം കാണാനുള്ള ക്രമീകരണങ്ങൾ നടന്നു വരികയാണ്. ശാസ്ത്രജ്ഞരും വിദഗ്ധരും ക്ലബിൽ സോളാർ പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രവേശനത്തിന് $20 ഈടാക്കിയായിരുന്നു ക്ലബ്ബുകൾ ഇപ്പോൾ $325 ഈടാക്കുന്നത്. ISO സർട്ടിഫൈഡ് കണ്ണടകളുടെ ആവശ്യം ഗണ്യമായി വർദ്ധിച്ചു. പല വെബ്സൈറ്റുകളിലും $3 കണ്ണടകൾ $16 വിൽക്കുന്നത്. $1.4 ബില്യൺ ബിസിനസ് ടെക്സാസിൽ മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. $230 ബില്യൺ വരെ മൂല്യമുള്ള ബിസിനസ് വെർമോണ്ടിൽ നടക്കും. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയ്ക്ക് കടന്നു പോകുന്ന സമയത്താണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. ഈ സമയത്ത് പൂർണ്ണഗ്രഹണം കാണാനാകുന്ന രാജ്യങ്ങളിൽ സൂര്യൻ പൂർണ്ണമായും മറയുന്നു. ഈ സമയത്ത് നേരം പുലരുമ്പോഴും ഇരുളുമ്പോഴും സംഭവിക്കുന്നത് പോലെ ആകാശം കാണപ്പെടും. ആകാശം മേഘാവൃതമല്ലെങ്കിൽ ഗ്രഹണം നടക്കുമ്പോൾ സൂര്യന്റെ കൊറോണ അല്ലെങ്കിൽ പുറമേയുള്ള മണ്ഡലം ദൃശ്യമാകും. സൂര്യപ്രഭ മൂലം ഇത് സാധാരണ സമയത്ത് കാണാനാവില്ല. പൂർണ്ണഗ്രഹണം നീണ്ടു നിൽക്കുക 4 മിനിറ്റും 27 സെക്കൻഡും മാത്രമായിരിക്കും. വിദേശ മലയാളികൾ അടക്കം ഇത് വീക്ഷിക്കാനിടയുള്ളവരും ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട മുൻകരുതലുകൾ അറിഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സുരക്ഷിതമല്ലാത്ത ലെൻസുകൾ ഉപയോഗിച്ച് ഗ്രഹണം കണ്ടാൽ കാഴ്ചയ്ക്ക് സാരമായ തകരാറുണ്ടാകാം. അതിനാൽ ഇത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ സന്ദർഭത്തിനായി ഉണ്ടാക്കിയ സോളാർ ഫിൽറ്ററുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.